പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവമേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ അവിടുത്തെ വലിയ കൂട്ടായ്മയില് ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ സ്നേഹത്തിന്റെ ഐക്യത്തില് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുമിപ്പിച്ചിരിക്കുന്ന ഈ കൂട്ടായ്മയോർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഒരുമയോടെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയും സമാധാനവും ശക്തമായ ഇടപെടലും സൗഖ്യമായി, സമാധാനമായി, സന്തോഷമായി, സ്നേഹമായി, സമ്പത്തായി, പഠന വിജയമായി, വഴി തുറക്കലായി, എല്ലാ അനുഗ്രഹങ്ങളുമായിട്ട് ഈ മക്കളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, മക്കളിലേക്ക് കടന്നു ചെല്ലട്ടെ. അതിനായിട്ട് കർത്താവേ, ഈ മക്കളെ, ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ പ്രിയപ്പെട്ടവരെ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ആ നിയോഗങ്ങളെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ, യോഗങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ആരോഗ്യവും സന്തോഷവും കൃപയും നിറഞ്ഞ് ഈ മക്കളുടെ ജീവിതങ്ങളെ ധന്യമാക്കണമേ. ഇവരുടെ മക്കളെ അനുഗ്രഹീതരാക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കളും നമ്മളുമൊക്കെ നമ്മുടെ വില ശരിക്കും അറിയണം. ആ വിലയ്ക്ക് അനുസരിച്ച് ഒരു ജീവിതമുണ്ട്, അത് ജീവിക്കണം. നമ്മളിന്ന് അതാണ് കാണുന്നത്. 1 യോഹന്നാന്റെ ലേഖനത്തില് 3-ാം അധ്യായത്തില് ഇങ്ങനെയാണ് ഹെഡിങ്: നാം ദൈവ മക്കൾ. അവിടെ പറയാണ്, കണ്ടാലും എത്ര വലിയ അനുഗ്രഹമാണ് ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. നമ്മൾ ദൈവത്തിന്റെ മക്കളാ. പ്രിയപ്പെട്ടവരെ, മാമോദിസായിലൂടെ ദൈവത്തിൽ നിന്ന് ജനിച്ച്, ദൈവാത്മാവിനാൽ വീണ്ടും ജനിച്ച് ദൈവത്തിന്റെ മക്കളാക്കി മാറ്റപ്പെട്ട നമ്മൾ, നമ്മുടെ മക്കൾ നിസ്സാരക്കാരില്ല. ദൈവത്തിന്റെ മക്കൾ, ഉയർത്തപ്പെട്ടവർ. എത്ര വലിയ ഭാഗ്യമായത്! ഇത് ഭാഗ്യമായി കണ്ട് ആ ജീവിതത്തെ സ്വീകരിച്ച് ആ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട് നമ്മൾ ജീവിച്ചാല് നമ്മുടെ മക്കൾ, അവരുടെ പഠനം, അവരുടെ ജോലി, പൗരോഹിത്യം, സന്യാസ ജീവിതം, കുടുംബ ജീവിതം, നമ്മുടെ ബിസിനസ്, നമ്മുടെ എല്ലാ മേഖലകളും ദൈവമക്കളുടെ വലിയ കരുത്തോടെ, ശക്തിയോടെ ജീവിക്കാനും അതിനാൽ തന്നെ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാനും ഇടയാകും. അതിസ്വാഭാവികമായ കൃപകൾ, സ്വർഗത്തിന്റെ സഹായം, പുണ്യവാന്മാരുടെ ഐക്യം, കത്തോലിക്ക സഭയുടെ അടിയുറച്ച പാരമ്പര്യത്തിന്റെ ശക്തി, ഇതൊക്കെ നമുക്ക് ഭയങ്കര അനുഗ്രഹമായിട്ട് മാറും. പക്ഷേ ജീവിക്കണം. ഈ 3-ാം അധ്യായത്തിന്റെ 9-ാം വചനത്തില് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. പാപം ചെയ്യാൻ സാധ്യമല്ല, കാരണം അവന്റെ ഉള്ളില് ദൈവത്തിന്റെ ചൈതന്യം കുടികൊള്ളുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. അവന് ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ് അവൻ പാപം ചെയ്യാൻ അവന് കഴിയില്ല, സാധ്യമല്ല. അങ്ങനൊരു അവസ്ഥ, പാപം ചെയ്യാൻ സാധ്യമല്ലാത്ത അവസ്ഥ, പാപം ചെയ്യാത്ത അവസ്ഥ. അതിന് കാരണം എന്തെന്നാ പറഞ്ഞ്? ദൈവ ചൈതന്യം അവനിൽ കുടികൊള്ളുന്നു. ദൈവത്തിന്റെ ചൈതന്യം. എന്റെ മക്കളെ, ഈ ചൈതന്യം നമ്മളിൽ കുടികൊള്ളുന്നത്, ആ ചൈതന്യത്താൽ നയിക്കപ്പെടാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് കൂദാശകൾ വിശുദ്ധിയോടെ പരിക്രമം ചെയ്ത് പരിശുദ്ധാത്മാവിനെ വിളിച്ചുണർത്തി, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണം, എന്നെ നയിക്കണം, എന്നെ നിയന്ത്രിക്കണം, അങ്ങനെ ചൈതന്യം എന്നിൽ നിറയട്ടെ, ശരീരത്തില്, ബുദ്ധിയില്, മനസ്സില് നിറയട്ടെ. പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണം, എന്നെ നിയന്ത്രിക്കണം. എന്റെ ജഡത്തെ, എന്റെ ചിന്തകളെ, എന്റെ വികാരങ്ങളെ, എന്റെ ആസക്തികളെ, എന്റെ ഇഷ്ടങ്ങളെ, എന്റെ സംസാരത്തെ, എന്റെ നോട്ടത്തെ, എന്റെ തിരഞ്ഞെടുപ്പുകളെ, എന്റെ കാഴ്ചകളെ, എന്റെ കേൾവികളെ എല്ലാം പരിശുദ്ധാത്മാവേ അങ്ങ് നയിക്കണം. അങ്ങയുടെ ചൈതന്യം എന്നിൽ കുടികൊള്ളട്ടെ. അങ്ങനെ ജീവിക്കുമ്പോ
പലതിന്റെ പിന്നാലെ പോകരുത്. അത് കാണാനും ഇത് കാണാനും, ചപ്പ് ചവറ് കാണാനും തിന്നാനും കൂടാനും കൂട്ടുകൂടാനും സംസാരിക്കാനും കേൾക്കാനും പോകരുത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാലുണ്ടല്ലോ മക്കളെ, നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നുവോ, നമ്മുടെ മക്കൾക്ക് എന്ത് ഇൻപുട്ട് കൊടുക്കുന്നുവോ അത് നമ്മുടെ മക്കളെ അതിൽ വളർത്തും. അത് ദൈവികമായ കാര്യങ്ങളായിരിക്കും, പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നിറയപ്പെട്ട കാര്യങ്ങളായിരിക്കണം. ആ ചൈതന്യം വസിക്കുന്നുണ്ടോ, ആ ചൈതന്യം കൂട്ടിക്കൊള്ളുന്നുണ്ടോ, നമ്മുടെ മക്കൾ പാപം ചെയ്യില്ല. അവർക്ക് സാധ്യമല്ല, കഴിയത്തില്ല. ഒരു കഴിവുകേട് എന്തിന് പാപം ചെയ്യാണ്ടിരിക്കാൻ? അതൊരു കഴിവുകേടാണ്. അതിന്റെ അടിസ്ഥാനം ദൈവ ചൈതന്യമാണ് മക്കളെ. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയോ വലിയ ഭാഗ്യപ്പെട്ട ജീവിതമാണ് ഈ ക്രൈസ്തവ ജീവിതം എന്ന് വിലമതിക്കുക, മക്കളെ വിലമതിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊച്ച് കുമ്പസാരിക്കാൻ വേണ്ടി വന്നിട്ട് 7 വർഷമായി. 7 വർഷം. ആ കൊച്ചു പറയാ, ഞാൻ എന്തോടെ കുമ്പസാരിക്കേണ്ടി വന്നേ? ക്രിസ്ത്യാനിയായതുകൊണ്ടല്ലേ. വേറെ കന്യക്ക് മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് അതിന്റെ ആവശ്യം ഉണ്ടായില്ലോ. അതുകൊണ്ട് എനിക്കിപ്പൊ തോന്നണില്ല. ആ കൊച്ച് തന്റെ മാമോദീസ ജീവിതത്തെ, ദൈവ മക്കളൊക്കെ ഉയർത്തപ്പെട്ട ജീവിതത്തെ വിലമതിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, കണ്ടാലും എത്രയോ വലിയ അനുഗ്രഹം, ഭാഗ്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ അനുഭവിച്ച് സ്വന്തമാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തി ആ ചൈതന്യമുള്ള മക്കളായി ജീവിച്ചാൽ നമ്മളും നമ്മുടെ മക്കളും പാപം ചെയ്യാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് ആ ചൈതന്യത്തിൽ വളരും. അങ്ങനെ വളർന്നാൽ പഠിക്കും, സമയത്ത് അവർക്ക് ജോലി കിട്ടും, വിവാഹം നടക്കും, ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കും. ഒന്നിനും ആർക്കും ആ മക്കൾ തടസ്സപ്പെടുത്താൻ പറ്റില്ല. ദൈവാത്മാവ്, ദൈവ ചൈതന്യം നമ്മുടെ മക്കളെ നമ്മെ നയിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി, ഈ അടിസ്ഥാനപരമായ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സോളമൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ സോളമന് ജ്ഞാനം മാത്രമല്ല കൊടുത്ത്, അതോടൊപ്പം സമ്പത്തും ദീർഘായുസും രാജ്യവിസ്തൃതിയും എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് കൊടുത്തു. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഈ ചൈതന്യത്തിന് വേണ്ടിയാ. ആ ചൈതന്യം കിട്ടിയാൽ അതിന്റെ കൂടെ നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യം കിട്ടും. മക്കൾക്ക് ജോലി കിട്ടും, കല്യാണം നടക്കും, വിദേശത്ത് പോകേണ്ട മക്കളാണെങ്കിലും വിദേശത്ത് പോകും, പരീക്ഷ ജയിക്കും, ഇന്റർവ്യൂ പാസ്സാകും, നല്ല കോഴ്സുകൾ കിട്ടും. ദൈവ ചൈതന്യം നിറഞ്ഞാൽ ബാക്കിയെല്ലാം കിട്ടും. ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാണ്ട് മറ്റു പല കാര്യങ്ങൾക്ക് ദൂരം പ്രാർത്ഥിക്കണേ. ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അതോടെ ഞാൻ പറഞ്ഞ ഈ പ്രാർത്ഥന, ദൈവകൃപയിൽ മക്കൾ നിറയാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കുക. അത് അനേക മക്കൾക്ക് പങ്കുവെച്ച് കൊടുക്കുക. അനേകം മക്കൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക. മക്കളോട് പറഞ്ഞു കൊടുക്കുക, മക്കളെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക, ആ കാതലായ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഒപ്പം അതെല്ലാം നൽകപ്പെടും, ബാക്കിയെല്ലാം. ദൈവം അനുഗ്രഹിക്കട്ടെ. വലിയ പ്രാർത്ഥനയോട് ഈ ചൈതന്യത്തിൽ നിറവനായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവികാനുസന്നതിയിൽ കർത്താവിന്റെ ജീവന സമൃദ്ധിയായി യാചിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല ഈശോയെ, അങ്ങയുടെ മക്കളായി ഞങ്ങളെ ഉയർത്തിക്കൊണ്ട് വലിയൊരു സ്ഥാനത്തേക്ക് അങ്ങ് ഞങ്ങളെ ആനയിച്ചല്ലോ. ദൈവമക്കളാക്കി ഞങ്ങളെ ഉയർത്തി, ദൈവപിതാവിന്റെ മക്കളാക്കി ഞങ്ങളെ മാറ്റി, സ്വർഗത്തിന്റെ പൗരത്വം അങ്ങ് ഞങ്ങൾക്ക് നൽകി. അങ്ങനെ മാമോദിസായിലൂടെ ദൈവമക്കളാക്കി ഞങ്ങളെ മാറ്റിയപ്പോ കർത്താവേ, ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു ജീവിതമുണ്ട്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന, ദൈവാത്മാവിന്റെ മാത്രം പ്രവൃത്തികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ജീവിതം ഞങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞില്ലേ. ദൈവത്തിന്റെ മക്കൾ പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവരിൽ കുടിക്കൊള്ളുന്നു. ദൈവത്തിന്റെ മക്കൾക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല, അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ഈശോയെ, മാമോദീസായിലൂടെ അങ്ങയിൽ നിന്ന് ജനിച്ചവരാ ഞങ്ങൾ ഓരോരുത്തരും. അങ്ങ് വീണ്ടെടുത്ത് ആത്മാവിൽ വീണ്ടും ജനിപ്പിച്ച മക്കള്. കർത്താവേ, ആ വലിയ സ്ഥാനത്തെ വിലമതിക്കാതെ പോയ നിമിഷങ്ങളോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് പ്രത്യേകമാവിധം വീണ്ടും ജനനം നൽകി. അങ്ങ് പറഞ്ഞില്ലേ നിക്കോദേമോസിനോട്,
ആത്മാവിനാൽ വീണ്ടും ജനിക്കണം. ആ ജനനമാണല്ലോ മാമോദീസായിലൂടെ കർത്താവേ സൗജന്യ ദാനമായിട്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയത്. അത് വിലമതിക്കാതെ, ആ ചൈതന്യത്തിൽ ജീവിക്കാതെ, കണ്ണിൽ കണ്ട ചപ്പും ചവറും കണ്ടും കേട്ടും തിന്നും കുടിച്ചും ആസ്വദിച്ചും കർത്താവേ ആ ചൈതന്യത്തെ ഞങ്ങൾ വിലമതിക്കാതെ പോയി. ആ ചൈതന്യത്തെ ജ്വലിപ്പിക്കാതെ, ആ ചൈതന്യത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാതെ, ഈ ജഡത്തെ ആത്മാവിനാല് ആ ചൈതന്യത്താൽ നിറച്ച് പാപത്തെ ചെയ്യാതെ, വിശുദ്ധിയിൽ ജീവിക്കാതെ കർത്താവേ ഞങ്ങൾ ഞങ്ങളുടെ മക്കൾ ചെയ്തു പോയ പാപങ്ങളോർത്ത് മാപ്പ് ചോദിക്കുമ്പോ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ ചൈതന്യത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ, ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ. വീണ്ടും ആ ദൈവമക്കളുടെ ആ വലിയ സ്ഥാനം, പാപം ചെയ്യാൻ സാധ്യമല്ലാത്ത, പാപം ചെയ്യാത്ത ആ ചൈതന്യത്തിന്റെ നിറവ് ഞങ്ങളിൽ കൂട്ടിക്കൊള്ളട്ടെ. ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ആ ചൈതന്യം നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങൾ പാപം ചെയ്യും, തിന്മ ചെയ്യും, മ്ലേച്ഛത പ്രവർത്തിക്കും. അതാണ് ഞങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ജീവിതത്തിലുമൊക്കെ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ കൃപയാല്, ആ ചൈതന്യത്താല് നിറച്ച് പാപം ചെയ്യാൻ പറ്റാത്ത വിധത്തില്, പ്രകാശത്തിന്റെ നിറവില്, ചൈതന്യത്തിന്റെ നിറവില് ഞങ്ങളുടെ മക്കളെ മാറ്റണമേ. ചൈതന്യം നഷ്ടപ്പെട്ടു പോയ ഓരോ മേഖലകളിലും കർത്താവേ അങ്ങയുടെ വലിയ കരുണയും അങ്ങയുടെ കൃപയും കുരിശിലെ ബലിയുടെ യോഗ്യതകളും നിറച്ച് ഞങ്ങളുടെ മക്കളെ അതിൽ നിന്നൊക്കെ മോചിപ്പിക്കുകയും അങ്ങയുടെ ജീവന സമൃദ്ധിയാൽ, ചൈതന്യത്താൽ, കൃപയാൽ നിറച്ച് ദൈവമക്കളുടെ ഉന്നത സ്ഥാനത്തേക്ക് ഞങ്ങളുടെ മക്കളെ ആനയിക്കണമേ, ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ. അഭിഷേകം കണ്ട് പ്രാർത്ഥിക്കുന്നു, ചൈതന്യം കണ്ട് പ്രാർത്ഥിക്കുന്നു, ആ കൃപ കണ്ട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കളിൽ നിറയുന്നത് കണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധന, 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 മഹത്വം, മഹത്വം. ഹല്ലേലൂയ. ഉന്നതമായ അഭിഷേകത്താലും കർത്താവിന്റെ ചൈതന്യത്താലും നമ്മുടെ മക്കൾ ഓരോരുത്തരും നിറയപ്പെടുന്നത് കണ്ടുകൊണ്ട് അതിനായിട്ട് ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ ജീവന്റെ സമൃദ്ധിയാകുന്ന ദൈവ ചൈതന്യം നമ്മുടെ മക്കളിലേക്ക് നിറയപ്പെടാൻ വേണ്ടി ഇരു കരങ്ങളിലേക്കും നമ്മുടെ മക്കളെ പിടിച്ച് ഉയർത്തി കർത്താവിനെ തൊട്ട്, ദിവ്യകാരുണ്യത്തെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കും. മക്കളെ, ഈശോയെ അങ്ങയിൽ നിന്ന് ആ ചൈതന്യം ഞങ്ങളിലേക്കും ഞങ്ങൾ ഉയർത്തി സമർപ്പിക്കുന്ന മക്കളിലേക്കും നിറച്ചുകൊണ്ട് പാപം ചെയ്യാത്ത, പാപം ചെയ്യാൻ പറ്റാത്ത വലിയൊരു അഭിഷേകത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ അനയിക്കണമേ. ആ ചൈതന്യം, ആ കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ ചൈതന്യത്തിൽ നിന്ന്, ജീവന സമൃദ്ധിയിൽ നിന്ന്, ജീവൻ സമൃദ്ധിയായിട്ടും ചൈതന്യം സമൃദ്ധിയായിട്ടും നിറച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കൃപയിൽ വളർത്തണമേ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അങ്ങയുടെ സ്വന്തം മക്കളായി മാറട്ടെ. ഈശോയെ, ആമേൻ.